ചായ. ഇപ്പൊ തരാടി ചായ. രാത്രിയിലെ അതേ മൂടി തന്നെയാണല്ലോ. രാത്രി അത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് കഥ കടിച്ച് കിടന്നാണല്ലോ. ഇപ്പൊ ഒന്നും സംഭവിക്കാത്തോളം ചായ ഒഴിക്കുന്ന. ഒരു ചായയല്ലേ ചോദിച്ചുള്ളൂ. തരാൻ പറ്റുമെങ്കിൽ തരണം, ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ. വെറുതെ വഴക്കുണ്ടാക്കാൻ വരണം. ഞാൻ വഴക്കുണ്ടാക്കുന്നതാണ് കുറ്റം. നീ ഇന്നലെ എന്താ ചെയ്തത്? എന്തെങ്കിലും പറഞ്ഞ അപ്പ കഥ കടച്ച് അകത്തിരിക്കുന്ന സ്വഭാവം ആദ്യം നിർത്തണം. ആദ്യേ ആ വാതിൽ ചവിട്ടി പൊളിക്കാ വേണ്ടത്. പിന്നെ നീ എങ്ങനെ അടച്ചകത്തിരിക്കുന്നത് കാണണമല്ലോ. അച്ഛാ, ആദ്യം അമ്മയുടെ ഒന്ന് വായടക്കാൻ പറ. വെറുതെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാ ഞാൻ കഥ കടിച്ച് ഉള്ളിയിരിക്കുന്നേ. ഞാൻ പിന്നെ വേറെന്താ ചെയ്യണ്ടേ? നീ കഥ കടച്ച് ചുമ്മാ ഇരിക്കണെങ്കിലേ ഞാനും അങ്കിലും ഒന്നും പറയില്ലായിരുന്നു. എന്നിട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞാ അവന്റെ മെക്കിട്ട് കയറാനും അവനെ തല്ലാനും. എടി, അവൻ നിന്റെ ചേട്ടനല്ലേ? അവന്റെ ദേഹത്താണോ കൈവെക്കുന്നത്? അവനവന്റെ പെങ്ങളെ തല്ലുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ? അതിന് തക്കതായ കാരണം ഉണ്ടാവും. ആഹാ, പ്രായമായ പെൺകുട്ടികളെ തല്ലാനുള്ള ഒരു അവകാശവും ആങ്ങളമാർക്ക് ഇല്ല. അതറിയാവോ നിങ്ങൾക്ക്? നിന്നിട്ടുള്ളൂ. മതി, നിർത്ത്. ഞങ്ങൾക്ക് ആ ചെറുക്കന് ഇഷ്ടമല്ലാന്ന് പറഞ്ഞതല്ല മോളെ. ഇഷ്ടമല്ലാന്ന് പറഞ്ഞാ നിനക്കത് വിട്ടുകൂടെ? നിങ്ങക്ക് ഇഷ്ടമല്ലാന്ന് വെച്ച് ഞാൻ എന്തിനു വിടണം അച്ഛാ? എനിക്കിഷ്ടമാണല്ലോ, അതുപോലെ. കണ്ടില്ലേ തർക്കുത്തരം? കണ്ടില്ലേ? ഇവളോട് മോളേന്ന് വിളിച്ച് കൊഞ്ചിച്ച് ചോദിക്കല്ല വേണ്ടത്. ഇവൾക്ക് അകിലേ പറ്റൂ. ചെകിടടച്ച് പൊട്ടിച്ചിട്ട് വേണം സംസാരിക്കാൻ. ഓ പിന്നെ, അവനോട് ഇങ്ങോട്ട് വരാൻ പറ. ഒന്ന് നിർത്ത സീത, ഞാൻ സംസാരിക്കല്ലേ. നോക്കുന്നു ചെയ്തു. ദിവസം ഇവിടെ നടക്കുന്ന വഴക്ക് കേട്ട് ആളുകൾ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. ഞാൻ അവരോട് എന്തു പറയും? ഒരു കൊള്ളരുതാത്തവൻ നിന്റെ പുറകെ ചുറ്റി നടക്കുന്നതുകൊണ്ടാണെന്ന് പറയണോ? അതോ നിന്നെ അവനെ കെട്ടിച്ചു കൊടുക്കാൻ പോവാണെന്ന് പറയണോ? അതിനും ഭേദം നമ്മള് കൂട്ടത്തോടെ ചാവുന്നതാ. എനിക്ക് മനസ്സിലാവാത്തതാ. എനിക്ക് ഹരീഷിന് ഇഷ്ടമാന്ന് വെച്ച് നിങ്ങൾ എന്തിനാ ചാവാൻ പോണേ? ഞാനും അവനും തമ്മിലുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് എന്താ? ഞങ്ങൾക്കേ നാട്ടുകാരെ മുഖത്ത് നോക്കണം, അത് തന്നെയാ പ്രശ്നം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്. ആരെങ്കിലും ചോദിച്ചാ അവള് ഞങ്ങളുടെ മകളല്ല, ഞങ്ങൾക്ക് അഖിൽ എന്ന പേരുള്ള ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാ മതി. അഖിലേട്ടൻ എന്തായാലും നിങ്ങൾക്ക് നല്ല അഭിമാനമാണല്ലോ ഉണ്ടാക്കി വെച്ചേക്കുന്നേ. കണ്ടില്ലേ, ഇത് അവനാ. അവൻ എന്താ ഇവിടെ വന്ന് പറഞ്ഞേ? ഇവള് മിണ്ടിയ അവൻ മിണ്ടുന്നു. എന്നിട്ടിപ്പം അവൻ വിളിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? അവനാണ് ഇവളുടെ പറയാറുണ്ട് ഇങ്ങനെ ആക്കിയത്. നീ അവനോട് എങ്ങനെ മിണ്ടുന്നു കാണുമല്ലോ. എന്റെ ഫോണ്